ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, ധാരാളം ആൾക്കാർ അവരുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലായതുകൊണ്ട് അവരുടെ പോർട്ട്ഫോളിയോ അയച്ചു തന്നു. അവർ പല കമൻസും ചോദിച്ചിരുന്നു, വ്യക്തിപരമായിട്ടും മെയിലിൽ കൂടെ. ഞാൻ ഒന്നിനും മറുപടി കൊടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ സെബി റെസിഡൻസ് അനലിസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് റെക്കമെൻഡേഷൻ സർവീസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മെയിലിലും മറുപടി കൊടുക്കാതിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് വന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ സെബി റെസിഡൻസ് അനലിസ്റ്റ് ആയിട്ട് കൂടി റെക്കമെൻഡേഷൻ കൊടുക്കാത്തത്? അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എനിക്ക് വന്നത്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വീഡിയോസ് കുറയുന്നത്? രണ്ടും കൂടി ഉത്തരം ഒരുമിച്ച് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വളരെ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഇപ്പോഴത്തെ ട്രേഡ്സ് കംപ്ലീറ്റ് 2 to 5 days എന്നുള്ള ട്രേഡിംഗ് സങ്കല്പത്തിൽ മാത്രമാണ്. ദാറ്റ് മീൻസ് എൻറ്റർ ആൻഡ് എക്സിറ്റ് വിത്തിൻ 5 days. അത് മാത്രമേ ഉള്ളൂ ശരിക്കും. അതിനപ്പുറത്ത് ഒരു ട്രേഡും എനിക്കില്ല. ഞാൻ ഈ 2 to 5 days ട്രേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏകദേശം 2.5 കൊല്ലം എടുത്തു. അതിൻ്റെ കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. അത് കുറേ ചാർട്ട്സുകൾ, സംതിങ് മോർ ദാൻ 25,000 ചാർട്ട്സ് വർക്കൗട്ട് ചെയ്തിട്ടാണ് പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ആ പ്രൈസ് ആക്ഷനെ ഫോളോ ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ കാണിച്ച ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് 2.5 കൊല്ലം എടുത്തു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വൺസ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനത് സ്വന്തമായിട്ട് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ഫൈൻ ട്യൂൺ ചെയ്തതിന് ശേഷം എൻ്റെ എല്ലാ സ്റ്റുഡൻസിനെ അറിയിച്ചു, ഇനിയത്തെ മാർക്കറ്റിൽ ചെയ്യാനായിട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ദി ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡ്. അതുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം നാട്ടിലാണോ, നിങ്ങൾ ആ നാട്ടിലും സമീപത്തുള്ള ആ ഭാഗത്തുള്ള നമ്മൾ എല്ലാ സ്റ്റുഡൻസിനെയും നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഒരുമാതിരി എല്ലാ സ്റ്റുഡൻസിനെയും കഴിഞ്ഞ ജൂലൈ മുതൽ ടിൽ എസ്റ്റർഡേ, കഴിഞ്ഞ ജൂലൈ മുതൽ ടിൽ എസ്റ്റർഡേ എന്ന് വെച്ചാൽ സംതിങ് അറൗണ്ട് 7 മാസമായിട്ട് ട്രാവലിലായിരുന്നു. വിത്തൗട്ട് എനി കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനെയും, ഒരുമാതിരി എല്ലാ സ്റ്റുഡൻസിനെയും 3-4 ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഹോൾ ഫ്രെയിം വർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം ഈ ഒരു ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലും വിദേശത്തും യാത്ര ചെയ്യേണ്ടി വന്നു. ധാരാളം സെഷൻസ് ഓർഗനൈസ് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ കേരളത്തിലെ സെഷൻസൊക്കെ ഇന്നലത്തെ കൊണ്ട് സമാപിച്ചു. ഇനിയിപ്പോൾ 2 സെഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു സെഷൻ ഇന്ത്യയിലും ഒരു സെഷൻ ഓവർസീസുമാണ്. അതും ഈ വരുന്ന 3 ആഴ്ചകളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യാൻ നേരത്തെ നമുക്ക് പല വീഡിയോസ് നമുക്ക് മിസ്സായി പോകുന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും അടുത്ത 2 ആഴ്ച വീഡിയോ ഇടണം കുറവായിരിക്കും. കാര്യം ഇനി ഞാൻ ആ ട്രാവലിൻ്റെ ബാക്കി പാർട്ട്, ഫൈനൽ സെഷൻ കൂടെ 2 സ്ഥലങ്ങളിൽ തീർക്കാനായിട്ടുണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ഹോൾ ഓഫ്ലൈൻ സെഷൻ, കഴിഞ്ഞ ജൂലൈ സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് ഓഫ്ലൈൻ സെഷൻ കംപ്ലീറ്റ് സമാപിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, മാർക്കറ്റ് വല്ലാതെ വോളറ്റൈലാണല്ലേ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് 150 പോയിന്റ് മുകളിൽ കറക്റ്റഡ് ആണ് ശരിക്കും. സോ ട്രംപ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു, ഇനിയിപ്പം അലുമിനിയത്തിനും സ്റ്റീലിലൊക്കെ അടുത്ത ഇമ്പോർട്ട് ഡ്യൂട്ടി വരുവാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 4 years മാർക്കറ്റ് ഇങ്ങനത്തെ ഹ്യൂജ് വോളറ്റിലിറ്റി മാർക്കറ്റ് അഡീഷണൽ ആയിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇത്തവണത്തെ Q3 റിസൾട്ട് തീരാറായി, സീസൺ തീരാറായി. സീസണിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദ ഹോൾ എസ്പെഷ്യലി നിഫ്റ്റി എടുത്തു നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ EPS ഗ്രോത്ത് അല്ലെങ്കിൽ ഹോൾ റവന്യൂ ഗ്രോത്ത് വന്നിച്ച് വളരെ മീഗറാണ്, വളരെ ചെറിയ ഗ്രോത്തേ വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് മാർക്കറ്റിൻ്റെ പ്രഷർ ഇപ്പോഴും എക്സിസ്റ്റൻസ് ആണ്. ഓക്കെ, മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞ ചില ബജറ്റിൽ കുറച്ച് കാര്യങ്ങൾ വന്നു. RBI മീറ്റിൽ 25 basis point RBI ഇൻട്രസ്റ്റ് കുറച്ച് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഘടകങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും മാർക്കറ്റിൻ്റെ പ്രഷർ ഹ്യൂജ് ആണെന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൻ്റെ പ്രഷർ വളരെ ഹ്യൂജ് ആണ്. ഇപ്പോൾ നാച്ചുറലി ഇന്ത്യൻ മാർക്കറ്റ് മാറിയിരിക്കാൻ സാധിക്കത്തില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൻ്റെ ആ വൈബിൽ നിന്നും നാച്ചുറലി നമ്മുടെ മാർക്കറ്റും വല്ലാത്ത പ്രഷറിലാണ്. ഇങ്ങനത്തെ കാര്യത്തിൽ ദി ബെസ്റ്റ് ട്രേഡ് ഈസ് 2 to 5 days ട്രേഡ്. ഞാൻ ബേസിക്കലി വളരെ ചെറിയൊരു ടൈമിൽ മാർക്കറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഒരിക്കലും ലോങ് ടൈം കൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അത് ലോങ് ടൈം മോശമായതുകൊണ്ടല്ല, ഞാൻ ആ കൺസെപ്റ്റായിട്ട് ചേരുന്ന വ്യക്തി അല്ലാത്തതുകൊണ്ടാണ് ശരിക്കും. എനിക്കൊരു ലോങ് ടൈമിൽ നിന്ന് ഒരു 100% കിട്ടുന്നതിനെക്കാളും എനിക്ക് എപ്പോഴും ഇഷ്ടം ഒരു 2 to 5 days നിന്നിട്ട് എനിക്ക് 8-10%, 12% കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ധാരാളം പോർട്ട്ഫോളിയോസൊക്കെ അയച്ചു തന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ തലം 40, 50, 60% ഒക്കെയാണ് നഷ്ടം. ഹ്യൂജ് ലോസ് ആണ്. ഇതൊക്കെ എന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ആർക്കും മറുപടി കൊടുക്കാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള സംസാരങ്ങളിലേക്ക് പോകാൻ ഇതുവരെ ഞാൻ അത് താല്പര്യം കാണിച്ചിട്ടില്ല ശരിക്കും. അപ്പം ഈ 2 to 5 days ട്രേഡിൽ പെട്ടുപോകാന്നുള്ള കൺസെപ്റ്റ് ഇല്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഫിലോസഫി
സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ബിറ്റ്വീൻ 2 to 2.5% ആ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ട്രേഡ് തിരിയുവാണെങ്കിൽ നമ്മുടെ മാക്സിമം ലോസ് 2.5% ഉള്ളൂ. അത് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഡിസിപ്ലിൻ അതാണ്. അതേസമയം ഈ 2 to 5 days ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിനൊരു 8 to 12% ആവറേജ് അത് സക്സസ്സിലേക്ക് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന് 8 to 12% ആവറേജ് റിട്ടേൺ കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് എ ബെസ്റ്റ് ട്രേഡ്. ഇവിടെ പെട്ടുപോകുന്ന കൺസെപ്റ്റ് ഇല്ല. മാക്സിമം നമ്മൾ ഒരു ട്രേഡ് ഫെയിലിയർ ആണെങ്കിൽ 2 to 2.5% മാക്സിമം ലോസേ ഉള്ളൂ. അത് ബെയറബിൾ ലോസ് ആണ് ഓൺ ആൻ ആവറേജ് നോക്കാതെ. പക്ഷേ ഇത് കണ്ടമാനം പഠിക്കാനുള്ള സംഗതിയാണ്. കാര്യം ഇത് കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അല്ല വർക്ക് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻ ഒക്കെ തരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ നമ്പർ ഓഫ് ഡേയ്സ് കഴിഞ്ഞു പോയിരിക്കും. ശരിക്കും ഇവിടെ നമ്മൾ കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സാധാരണ ആൾക്കാർ ബ്രേക്ക് ഔട്ട് എന്നുള്ള ലെവലിൽ കയറാൻ നേരത്ത് നമ്മൾ ആ ലെവലിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അതിന് മുമ്പുള്ള ഒരു ലെവലിൽ നമ്മൾ ആ ഒരു സെറ്റിൽ സോൺ എന്ന് പറയും. ശരിക്കും ആ ലെവലിൽ നമ്മൾ പ്രൈസ് ആക്ഷൻസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ഹയ്യസ്റ്റ് മൊമെൻറ്റത്തിൽ പോകുന്ന സ്റ്റോക്കുകളെ മാത്രമേ നമ്മൾ ക്യാച്ച് ചെയ്യത്തുള്ളൂ. ബേസിക്കലി പർപ്പിൾ ഡോട്ട് ബ്ലൂ ഡോട്ട് എന്ന 2 കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ഷൻ്റെ പുറത്താണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ സെറ്റിൽ സോൺ ഡിസൈഡ് ചെയ്യുന്നത്. ആ ഡിസൈഡിൻ്റെ പുറത്തുള്ള ആ സോണിൻ്റെ അകത്തുള്ള പ്രൈസ് ആക്ഷൻ മാത്രമാണ് നമ്മൾ 2 to 5 days ട്രേഡിൽ നമ്മൾ ബേസിക്കലി നമ്മുടെ ആധാരം ഒറ്റ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാം. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ്സ് മനസ്സിലാകണമെങ്കിൽ 3-4 കാര്യങ്ങൾ വേണം. ഒന്ന്, ഹ്യൂജ് പാഷൻ വേണം. രണ്ടാമത്തെ കാര്യം, നല്ലോണം എക്സ്പെർട്ടൈസ് ചെയ്യണം. നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, നല്ലോണം എക്സ്പെർട്ടൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റുഡൻസിനോടും അറ്റ്ലീസ്റ്റ് 2, 3, 4 സെഷൻസിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. നല്ല ശതമാനം ആൾക്കാർക്ക് 3, 4 പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചു. വലിയൊരു കാര്യം, പല ആൾക്കാരും സ്ഥിരമായിട്ട് പ്രോഫിറ്റ്സിലേക്ക് മാറാൻ തുടങ്ങി ഇത്രയും മോശം മാർക്കിലും. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ദൈവാനുഗ്രഹമാണ് ശരിക്കും. സോ ഈ ഒരു യാത്രയിലായതുകൊണ്ടാണ് ശരിക്കും അധികം വീഡിയോയിൽ വരായിരുന്നത്. ഈ യാത്ര അടുത്ത 3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇന്നലത്തെയോടുകൂടി കേരളത്തിലെ വേരിയസ് സ്ഥലങ്ങളിലുള്ള നമ്പർ ഓഫ് സെഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഒരെണ്ണം ഇന്ത്യയിലുമുണ്ട്, ഒരെണ്ണം ഓവർസീസുമുണ്ട്. ഇത് രണ്ടും അടുത്ത 3 ആഴ്ചയ്ക്കും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് എല്ലാ സ്റ്റുഡൻസും അറ്റ്ലീസ്റ്റ് 3 സെഷൻ 4 സെഷൻ പല സ്ഥലങ്ങളിൽ വെച്ച് അടുത്തുള്ള സെഷൻസിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും കൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് റെക്കമെൻഡേഷൻ സർവീസും ഇല്ലാത്തത്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ആഴ്ചയുടെ വീഡിയോസ് കുറയാനുള്ള കാരണം. ശരിക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ആഫ്റ്റർ ട്രംപ് വന്നതിന് ശേഷം നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പല കൺട്രീസിനും ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട US-ലേക്കുള്ള എക്സ്പോർട്സിൽ അല്ലെങ്കിൽ US ഇമ്പോർട്ട് ചെയ്യുന്ന പല പ്രൊഡക്ട്സിനും ഹ്യൂജ് ആയിട്ടുള്ള താരിഫ് കയറ്റുന്നത് നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത് ഇന്നല്ലേ നാളെ സംഭവിക്കേണ്ട കാര്യമാണ്. കാര്യം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കടമുള്ള കൺട്രി എന്ന് വെച്ചാൽ അതിലൊരു കൺട്രി US തന്നെയാണ്. ഹ്യൂജ് കടമാണ്, ഹ്യൂജ് ഡെറ്റുള്ളൊരു കൺട്രിയാണ് US. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, US-ന്റെ ട്രേഡ് ഡെഫിസിറ്റ്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന്? ഇന്ത്യ എന്നുള്ള US-ലേക്കുള്ള എക്സ്പോർട്സ് വന്നിട്ട് സംതിങ് അറൗണ്ട് $91 ബില്യൺ 2024 കണക്കനുസരിച്ച്. അപ്പം ഇന്ത്യ എന്നുള്ള US-ലേക്ക് എക്സ്പോർട്ടാണ് $91 ബില്യൺ. ഇന്ത്യ US-ൽ നിന്ന് മേടിക്കുന്നത് സംതിങ് അറൗണ്ട് $45 ബില്യൺ ഉള്ളൂ. ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് $45-46 ബില്യൺ ഡെഫിസിറ്റ്. ഇന്ത്യയെ സംബന്ധിച്ച് ട്രേഡ് പ്ലസ് ആണ്. കാരണം നമ്മൾ US-ലേക്ക് അയക്കുന്ന കുറവ് സാധനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. US-നെ സംബന്ധിച്ച് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. കാര്യം US ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ ഇന്ത്യയിൽ നിന്നും US അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ US ഈസ് എ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ട്രേഡ് പ്ലസ്സിലാണ് US-ആയിട്ട്. ഇതുപോലെ തന്നെ ചൈനയുടെ കേസ് എടുത്തു. ചൈനയിലേക്ക് US കയറ്റി അയക്കുന്ന സാധനങ്ങൾ $150 ബില്യൺ ഉള്ളൂ. പക്ഷേ ചൈന US-ലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾ $450 ബില്യൺ മുകളിലാണ്. നമ്മൾ കാനഡ എടുത്ത് നോക്കും. കാനഡ US-ലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾ $420-425 ബില്യൺ. അതേസമയം കാനഡയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ ടോട്ടൽ വർത്ത് വന്നിട്ട് അറൗണ്ട് $350 ബില്യൺ. ദാറ്റ് മീൻസ് US കാനഡയുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റാണ്, US ചൈനയുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റാണ്, US ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റാണ്. ഇതുപോലെ വേൾഡിലെ എല്ലാ കൺട്രികളുമായിട്ടും US-ന് ഒന്നിലെ ട്രേഡ് സർപ്ലസ് കാണും, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് കാണും. ഇതെല്ലാം കൂടെ ഉള്ള ആകെത്തുക നോക്കാൻ നേരത്ത് US എന്ന് പറയുന്ന കൺട്രി $950 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഇരിക്കുകയാണ് അക്രോസ് വേൾഡ്. എല്ലാം കൂടെ ടോട്ടൽ കമ്പയർ ചെയ്യും. അപ്പോൾ ആ കൺട്രിയെ സംബന്ധിച്ച്
ആ കമ്പനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റുള്ള ആക്ഷൻ എടുത്തേ മതിയാകും. അതിൻ്റെ അകത്ത് അൺകോംപ്രമൈസിങ് ആണ്. അല്ല കൺട്രിക്ക് തന്നെ കൺട്രിയുടെ ഹോൾ എക്കോണമി നിലനിൽപ്പിന് തന്നെ സീരിയസ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ട്രംപ് വളരെ ഫാസ്റ്റായിട്ട് ആക്ഷൻസ് എടുത്തത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടില്ലേ കോവിഡിന് ശേഷം യു എസിലെ എന്തുമാത്രം ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്തു. ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്യുന്നതനുസരിച്ച് യു എസിലെ ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? വില നിലവാരം പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ലെവലിലേക്ക് യു എസ് ഫെഡിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. യു എസ് ഫെഡ് മാർക്കറ്റിലെ മണി ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രസ്റ്റ് കൂട്ടി ഒരു പരിധിവരെ എത്തിച്ചിട്ടാണ് മണി ഫ്ലോ കുറച്ച് ഇൻഫ്ലേഷന് പരിധിവരെ യു എസ് ഫെഡിന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്. ഈ അടുത്ത കാലത്താണ് ആഫ്റ്റർ ഒരു 4 കൊല്ലത്തിന് ശേഷം യു എസ് ഫെഡ് പതുക്കെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ തുടങ്ങിയത്. ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ തുടങ്ങിയ സമയത്താണ് ഇലക്ഷൻ വരികയും ഇലക്ഷനോടൊപ്പം തന്നെ ട്രംപ് പ്രസിഡന്റായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരവസ്ഥ വന്നത് യു എസ്. അതാണ് ഒന്നാമത്തെ കാര്യം. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷനും യു എസിലെ ഇൻട്രസ്റ്റ് തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ ചൈനയിൽ നിന്നും മറ്റുള്ള കൺട്രീസിൽ നിന്നും യു എസിലെ ചൈനയിൽ നിന്നും മറ്റുള്ള കൺട്രീസിലുള്ള ഇമ്പോർട്ട്സിന് യു എസ് എ കൂടുതൽ ടാക്സ് ചുമത്തുവാണെങ്കിൽ യു എസിലേക്കുള്ള ആ ഇമ്പോർട്ട്സിനൊക്കെ അതിൻ്റെ കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? യു എസിലെ സാധാരണ ജനങ്ങളുടെ അവരുടെ ഇൻഫ്ലേഷൻ അവരുടെ നാച്ചുറലി അവർ കൂടുതൽ പൈസ മുടക്കേണ്ടി വരും അവർ ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട്. ചൈനയിൽ നിന്നുള്ള സപ്പോർട്ടില്ലെങ്കിൽ യു എസിന് ഒരു പരിധി കൂടുതൽ നിൽക്കാൻ സാധിക്കത്തില്ല. കാര്യം ഒരുമാതിരി എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്നാണ് യു എസിലേക്ക് എക്സ്പോർട്ട് പോകുന്നത്. കാര്യം ചൈനയിൽ ചീപ്പ് ലേബറാണ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ രണ്ടും ഹ്യൂജ് ആണ്. അപ്പോൾ യു എസ് കൂടുതൽ ടാക്സ് ചുമത്തുക എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്കാണ് ആ ബർഡൻ കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. ജനങ്ങൾ ബർഡൻ കൂടെ ഫേസ് ചെയ്യുമ്പം ഇൻഫ്ലേഷൻ വീണ്ടും കൂടാനുള്ള സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. അതിന് ഇൻഫ്ലേഷൻ വീണ്ടും കൂടുമ്പോൾ എന്താ സംഭവിക്കുന്ന? യു എസ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ഒരു പക്ഷേ തിരിച്ച് റിവേഴ്സ് ഗിയറിലേക്ക് മാറുവാണെങ്കിൽ സീരിയസ് ആയിട്ട് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ യു എസിലെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കറന്റ് ക്യാഷ് ലെവലുമായിട്ട് നോക്കാൻ നേരത്തെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. വാറൻ ബഫറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഏറ്റവും കൂടുതൽ ക്യാഷ് പൊസിഷൻ ചെയ്യുന്നത് ഈ സമയത്താണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാഷ് പൊസിഷൻ വളരെ ഹ്യൂജാണ്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹം പരിധി വരെ ലീനാക്കി കഴിഞ്ഞു, വളരെ കുറച്ച് കഴിഞ്ഞു. എന്താണ് അതിന് കാരണം? ഒരുപക്ഷെ യു എസ് മാർക്കറ്റ് ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ടാക്സിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഈ ഇഷ്യൂ വരുന്നതനുസരിച്ച് യു എസ് ഫെഡ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ പോലും ആ മാർക്കറ്റിനെ സീരിയസ് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. യു എസ് മാർക്കറ്റിനെ നാച്ചുറലി എഫക്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അത് വേൾഡ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻ ഫ്യൂച്ചർ. ഇതെങ്ങനെയാണ് ട്രംപിൻ്റെ ടീമും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അവരുടെ പ്ലാൻസ് എന്താണെന്നെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ബേസിക്കലി യു എസ് ഹൈലി ക്യാപിറ്റൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. പല സാധനങ്ങളും അവിടെ ഉണ്ടാക്കണമെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ വേണം. അതുകൊണ്ടാണ് അവർ ആ ഹ്യൂജ് ക്യാപിറ്റൽ കൊണ്ട് ഉണ്ടാക്കി ആ നാട്ടിൽ കൊടുക്കുന്നതിന് പകരം അതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ചൈനയിൽ നിന്നും ബാക്കിയുള്ള കൺട്രിയിൽ നിന്നും വരുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് റീപ്ലേസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ വലിയൊരു ഫാക്ടറാണ്. ചൈനയിൽ നിന്നും ബാക്കിയുള്ള കൺട്രിയിൽ നിന്നും വരുന്ന സാധനങ്ങൾ പുറത്തുള്ള അഡീഷണൽ ടാക്സ് അത് വലിയൊരു ഇഷ്യൂ ആണ്. ഇത് ഇഷ്യൂൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കാം. എന്തുമാത്രം ട്രെൻഡ് ചെയ്ത ഗോൾഡ് പോകുന്നത് അത് കാണിക്കുന്ന അൺസർട്ടനിറ്റി ഇൻ അതർ അസർ ക്ലാസ്സിൽ. അസർ ക്ലാസ് എന്ന് വെച്ചാൽ ഇക്വിറ്റി കണക്കുള്ള മാർക്കറ്റിലെ അൺസർട്ടനിറ്റി കൊണ്ടാണ് ഗോൾഡൊക്കെ ട്രെൻഡ് ചെയ്ത് പോകുന്നത്. ഇക്വിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത്രയും ട്രെൻഡ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നും ഗോൾഡിനില്ല. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരു വെച്ച് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ ശരിക്കും വലിയൊരു ഇഷ്യൂയിലേക്കാണ് മാർക്കറ്റ് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് മുമ്പിൽ കാണുന്നത്. കാര്യം യു എസിലെ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വേൾഡ് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൈന ഈ സമയത്ത് എന്താ ചെയ്തത്? ചൈന കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ചൈനയുടെ റോഡ് ബെൽറ്റ് സ്കീമിനെ കുറിച്ച് നമുക്കറിയാം. ഒരുമാതിരിപ്പെട്ട ഇഷ്ടംപോലെ ചെറിയ കൺട്രീസിനൊക്കെ ചൈനയെ ബെൽറ്റ് സ്കീമിൽ ആഡ് ചെയ്തത് മാത്രമല്ല ചൈന ലോകത്തിലെ പല കൺട്രീസിന് $1 ബില്യൺ ചൈന കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് യു എസ് ഇമ്പോർട്ട് ടാക്സ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ചൈനയുള്ള എക്സ്പോർട്സിൽ കുറവ് സംഭവിച്ചാൽ ചൈനയ്ക്ക് ഈ ബാക്കിയുള്ള മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്ട്സിനെ ഒരു പരിധിവരെയൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും കുറേയൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർക്ക് കുറേയൊക്കെ സേഫ് ആയിരിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് യു എസ് ഒരു ആക്ഷൻ എടുത്തപ്പം ചൈന റിറ്റാലിയേഷൻ ആ ആക്ഷനെ പ്രയോഗിക്കാനായിട്ട് ചൈന അതിനേക്കാളും സ്പീഡിൽ ആക്ഷൻ എടുത്തത്. കാരണം ചൈനയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് റീഡിസ്ട്രിബ്യൂഷൻ്റെ സ്കോപ്പ് ചൈന വേൾഡിൽ പല മാർക്കറ്റ്സിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ചൈന കുറെ കൂടെ സേഫർ സൈഡിലാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും.
ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ഇതാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡ് വാർ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം നമ്മൾ കുറേ കൂടെ അത് കണ്ടുകൊണ്ടാണ് പല പല സാധനങ്ങൾക്കും ടാക്സ് ഈ ബജറ്റിൽ കുറച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ ട്രേഡ് വാർ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഇൻഡസ്ട്രി ഒരു പക്ഷേ ഫാമയായിരിക്കും. കാര്യം യു എസിലെ ഡെമോക്രാറ്റ്സിനാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണെങ്കിലും ഹെൽത്ത് സെക്ടർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവരുടെ കോറായിട്ടുള്ള ഒരു ഫോക്കസ് ഉള്ള സെക്ടറാണ്. ഈ കോർ സെക്ടറിൽ അവർ ഒരു കാരണവശാലും ഒരു വോളറ്റിലിറ്റി കൂട്ടാനുള്ള സാധ്യത അവരൊരു പക്ഷേ അനുവദിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഇൻഡസ്ട്രിയോട് നോക്കാൻ നേരത്തെ ഫാമയുടെ അപ്സ കുറെ കൂടെ ബെറ്റർ ആകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. എങ്കിലും എൻ്റെ ഒരു അസംഷനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. തീർച്ചയായും നമ്മളും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ള പോയിന്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടുപോട്ടാം.